അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണ് കളവ് എന്നത്. അനവധി തിന്മകളുടെ അടിസ്ഥാനവും ആരംഭവുമാണത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇതിനെ ശക്തമായി വിരോധിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിദ്ഖു തുമഇനിയതു വൽ കദിബു റീബ. സത്യസന്ധത ഹൃദയത്തിന് ശാന്തി നൽകുന്നതും കളവ് സംശയവും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നതുമാണ്. സഹോദരങ്ങളെ, കളവ് നമ്മുടെ ജീവിതത്തിലെ ബറക്കത്തുകൾ ഇല്ലാതാക്കും. അങ്ങനെ അനവധി തിന്മകളിലേക്കും അവസാനം നരകത്തിലേക്കും നമ്മെ എത്തിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവന് നാശമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാം കുഞ്ഞുങ്ങളോട് ചില കാര്യങ്ങൾക്ക് വേണ്ടി കളവ് പറയാറുണ്ട്. ഇത് വലിയ തെറ്റായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാളിൽ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ മുനാഫിക്കാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിൽ ഒന്നാമത്തേത് ഇദാ ഹദ്ദസ കദിബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കളവിനെയും അതിന് കൂട്ടുനിൽക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒഴിവാക്കാൻ നാം പരിശ്രമിക്കുക. കളവ് പറഞ്ഞ് കപടന്മാരാകാതെ സത്യം പറഞ്ഞ് സത്യവിശ്വാസിയാകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.